ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ലൈവ് കണ്ടിട്ട് ബിഗ് ബോസിനെ തെറി പറയുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഒരു റിവ്യൂവർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. മുൻപൊരിക്കൽ നമ്മളൊരു റിവ്യൂവറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അധികം ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഹൈപ്പും ഒക്കെ ഒന്ന് കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ റിവ്യൂവർ ഇത് കാണുവാണെങ്കിൽ എന്നെ വിട്ട് നീ റീച്ച് ഉണ്ടാക്കല്ലടാ എന്നൊക്കെ ചോദിക്കും. ഡസൻ മാറ്റർ, ഒരു വിഷയമല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. ഓരോ വ്യക്തികളും, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും വീക്ക്ലി എപ്പിസോഡ് ആയിക്കോട്ടെ, വീക്കെൻഡ് എപ്പിസോഡ് ആയിക്കോട്ടെ, ഇത് കാണുന്നത് അതിൻ്റെ ആ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ്. എസ്പെഷ്യലി വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ? ഇപ്പോൾ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ലാലേട്ടൻ വന്ന് കണ്ടസ്റ്റൻസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഇടപെടുന്നത്, അവരോട് ആരോടൊക്കെ ദേഷ്യപ്പെടുന്നു. പ്രമോയിൽ പോലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയത്തില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആദിലയെ കുറിച്ച് നൂറ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെ സഹിക്കുന്നു, പെട്ടുപോയില്ല ലാലേട്ടാ. ഇത് നൂറ പറയുന്ന കാര്യം പ്രമോയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓഫ്, നൂറ അത്രയും കഷ്ടപ്പെട്ട് സഹിച്ചൊക്കെയാണ് ആദിലയുടെ കൂടെ നിൽക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു കാര്യം നൂറ പറയുന്നത് ഫണ്ണായിട്ടാണെന്നുള്ളത് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ അനുമോളെ ലാലേട്ടൻ ചീത്ത പറയുന്ന ഒരു വിഷയം, ആദില സേവ് ആയപ്പോൾ അനുമോളും നൂറയും കൂടി അവിടുന്ന് എഴുന്നേറ്റ് ഓടിയപ്പോഴാണ് ലാലേട്ടൻ ചീത്ത പറയുന്നത്. ഞാൻ ഉൾപ്പെടെ അത് റിയാക്ട് ചെയ്തു ആ പ്രമോ കണ്ടിട്ട്. അതായത് ആ പ്രമോ കാണുമ്പോൾ ലാലേട്ടൻ എപ്പോഴും വന്ന് അനുമോളെ കുറ്റം പറയുന്നൊരു ഫീൽ വരും. പക്ഷേ ആ ഒരു സമയം എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് പോയതിൻ്റെ പേരിലാണ് ലാലേട്ടൻ എന്ത് ചെയ്യുന്നത്, ഇവരെ വഴക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രമോ ഒരിക്കലും എപ്പിസോഡുമായിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ബന്ധമുള്ള പ്രമോ ആയിരിക്കില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കട്ട് ചെയ്തവർ അവരുടെ റീച്ചിന് വേണ്ടി, TRPക്ക് വേണ്ടി പ്രമോ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രമോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും എപ്പിസോഡ് ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്നത്, ഈ ബിഗ് ബോസിൻ്റെ 3-4 വർഷമായിട്ടുള്ള റിവ്യൂവേഴ്സ് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് അവിടുന്ന് ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ആ വിവരം അപ്പാടെ എന്ത് ചെയ്യുക, ചൂടപ്പം പോലെ അവരുടെ ചാനലിൽ വന്നിരുന്ന് വിളമ്പുക. അപ്പോൾ ഇന്ന് ആര് എവിക്റ്റായി, എപ്പിസോഡ് കാണേണ്ട കാര്യമില്ല, ഇവരുടെ ചാനൽ കണ്ടാൽ മതി, അപ്പം തന്നെ അറിയാൻ പറ്റും ആരൊക്കെയാണ് എവിക്റ്റ് ആയത്, ആരൊക്കെയാണ് സീക്രട്ട് റൂമിലുള്ളത്, ആരൊക്കെയാണ് അവിടെ തല്ലുണ്ടാക്കിയത്. ഇതെല്ലാം ഈ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ, ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് അപ്പോൾ തന്നെ വന്ന് വിളമ്പുകയും ചെയ്യും. ആ വിളമ്പുന്നതിനകത്തൊരു പൊടിപ്പും തെങ്ങലൊക്കെ വെച്ചിട്ടാവുന്നു മാത്രം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം, ഇവർക്ക് അവിടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഞാനിത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ ഓഡിയോ കേൾപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ എന്താണ് കാണിക്കുന്നത്. ഇതിന് മുൻപ് നമ്മളൊരു റിവ്യൂവറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സീരിയസ്, നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യുമെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ അവരങ്ങനെ സീക്രട്ട് ഒന്നും പുറത്തു വിടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവൻ കാണിക്കുന്ന പരിപാടി ശുദ്ധ തോന്നിവാസമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ഒനിയിൽ പുറത്തേക്ക് പോയി. ജിസേൽ സീക്രട്ട് റൂമിലാണോ, ജിസേൽ ഔട്ടായോ, ജിസേൽ എവിക്റ്റ് ആയോ, ഇവനോട് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ജിസേൽ എവിക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവനൊരു വീഡിയോ ഇടുന്നു. എന്നാൽ പിന്നെ എപ്പിസോഡ് കാണേണ്ട കാര്യമില്ലല്ലോ. ജിസേൽ സീക്രട്ട് റൂമിലാണോ അതോ ജിസേൽ എവിക്റ്റ് ആയോ എന്നുള്ളത് ക്യൂരിയോസിറ്റിയായി നിൽക്കുന്ന കാര്യമാണ്. ഇനി ഇവനിത് അവിടുന്ന് ചോർത്തി കൊടുക്കാൻ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അറിയാൻ വഴിയില്ലല്ലോ. അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇവനതൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. സീക്രട്ട് റൂമിലാണോ, ഔട്ടായി പോയിട്ടില്ലേ, എല്ലാവരും ഈ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജിസേലിന്റെ എവിക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജിസേൽ ഔട്ടായോ, ഔട്ടായില്ലേ, ഭയങ്കര ഒരു എന്താ പറയാ, സോഷ്യൽ മീഡിയക്കകത്ത് സീക്രട്ട് റൂം എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ വാസ്തവം? ശരിക്കും ജിസേൽ ഔട്ടായോ അതോ ഈ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന പോലെ സീക്രട്ട് റൂമിലാണോ? അതിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ജിസേൽ സീക്രട്ട് റൂമിലാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സാപ്പിലായാലും കമന്റ്സ് ആയാലും ഒക്കെ കാണുന്നുണ്ട്. സീക്രട്ട് റൂമിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ജിസേൽ ഔട്ടാണ് എന്ന് തന്നെയാണ്. എടാ മോനെ, നിനക്ക് എത്രയെങ്കിലും എത്തിക്സ് ഉണ്ടെങ്കിൽ നീ ഈ പന്ന പരിപാടി കാണിക്കില്ലായിരുന്നു. കാരണം ആ ഷോയിൽ ആ സാധനം ഒരു സീക്രട്ടാണ്. അവർ ഔട്ടായോ അല്ലെങ്കിൽ അവർ സീക്രട്ട് റൂമിലാണോ അല്ലെങ്കിൽ അവർ അവിടെ നിലവിലുണ്ടോ എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു സീക്രട്ടാണ്. അതിന് നീ മാത്രമല്ല, മറ്റു പലരും ഉണ്ട്. പക്ഷേ നീ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോൾ ഈ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, ബിഗ് ബോസിന് അത്രയും കാര്യമായിട്ട് കാണുന്ന ആൾക്കാർ, ആ ഷോ എന്തോ ആയിക്കോട്ടെ, ഷോ ഫെയർ ആണോ അൺഫെയർ ആണോ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ ആ ഷോയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരോട് നീ കാണിക്കുന്ന തെണ്ടിത്തരമാണ്, വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. എവിക്റ്റ് ആയോ ഇല്ലയോ നിന്നെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുവ കാര്യം. പകരം നീ അത് വന്ന് പബ്ലിക്കിനോട് വീഡിയോ ഇട്ടിട്ട് എവിക്റ്റ് ആയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അത് തോന്നിവാസമല്ലേ? ഫോർ എക്സാമ്പിൾ, നീ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുത്തു.
ഈ ഷോർട്ട് ഫിലിം നീ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നീ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് വേറൊരാൾ അതിൻ്റെ വീഡിയോ എടുത്ത് ഔട്ട് ചെയ്തു, നിനക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും? ഇപ്പോൾ ബിഗ് ബോസ് ശരിക്കും ഇതൊക്കെ കേസ് ആക്കേണ്ട വിഷയങ്ങളാണ്. ബിഗ് ബോസിൻ്റെ ക്രൂ ഇത് കേസ് ആക്കേണ്ടതാണ്. തോന്നിയവാസമാണ്, പറയാതിരിക്കാൻ വയ്യ, ശുദ്ധ തോന്നിയവാസം. ബാക്കി കേൾക്കാം ആശാൻ എന്താ പറയാനുള്ളതെന്ന്. അതൊരു വിധം മാറ്റമുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞത് ഔട്ടായി എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഔട്ടായത്, എന്ത് മെത്തേഡ് ആണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. വെയിറ്റ് ചെയ്യൂ. പറഞ്ഞു തരാൻ വേണ്ടി അവിടെ കാത്തിരിക്കണം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറ, ഇത് ശരിയാണോ? ഒരു ഷോ, അതും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ഷോ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്യുന്നൊരു ഷോ, ലാലേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റ് ഹോസ്റ്റായിട്ട് വന്ന് നിന്ന് ചെയ്യുന്നൊരു ഷോ, എന്തിനാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അവർ ഈ പ്രൊമോയിൽ പോലും ആരാണ് ഔട്ടായത് എന്ന് കാണിക്കാതിരിക്കുന്നത്? അവർക്ക് കാണിച്ചൂടെ? ഇവന്മാരെ പോലെ ഈ തോന്നിവാസം കാണിക്കാൻ അവർക്ക് അറിയത്തില്ലേ? അപ്പോൾ ആ സസ്പെൻസ് പൊളിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ആ പ്രൊമോയിൽ പോലും ആരാണ് എവിക്റ്റ് ആയത്, ആരാണ് എവിക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്നും കാണിക്കാതെ പോകുന്നത്. പക്ഷേ ഇവനൊക്കെ കാണിക്കുന്നത് എന്താണ്? ആ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ ഇവനൊക്കെ വിവരം കിട്ടും, ആ ചോർത്തി കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവനൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടും, ഷോ കാണാൻ വേണ്ടി ആൾക്കാർക്ക് പോകാമല്ലോ. അത് കണ്ടിട്ട് അവർ വിളിച്ച് പറയും, ഇന്ന് ഇന്ന ആളാണ് എവിക്റ്റ് ആയത്, ഇന്ന് ഇന്ന സംഭവങ്ങൾ നടന്നു. അത് അതുപോലെ എടുത്ത് എന്ത് ചെയ്യും? അവൻ്റെയൊക്കെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ചാനലിൻ്റെ വരുമാനത്തിന് വേണ്ടി അങ്ങ് വിളമ്പും. ഇതെന്തുകൊണ്ട് ഏഷ്യാനെട്ടോ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈനോ ആ ക്രൂവോ ചോദ്യം ചെയ്യുന്നില്ല? എന്നിട്ട് ഇവനെ പോലുള്ള ആൾക്കാർ, ഇപ്പം ഈ പറയുന്ന അൻസിഫിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റേ റിവ്യൂവർ, ഞാൻ അവരുടെ പേര് ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അവരിതിനകത്ത് ഇപ്പോൾ അവർ അങ്ങനെ സീക്രട്ട് റിവീൽ ചെയ്യുന്ന വീഡിയോകൾ ഞാൻ കാണുന്നില്ല. കണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടത് പറയുമായിരുന്നു, പക്ഷെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരായിക്കോട്ടെ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇതേ ചാനലിൻ്റെ ന്യൂസ് ചാനൽ, ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആയിക്കോട്ടെ, ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലുകാർ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ ഇവരെ വെച്ച് തന്നെ ചെയ്യുകയാണ്. ഇവരുടെ ചാനലിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വിടുന്നവരെ തന്നെ ഇവർ സെലിബ്രിറ്റീസ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. വളരെ മോശമാണ്, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. ബാക്കി നോക്കാം. പക്ഷേ ജിസേല് സീക്രട്ട് റൂമിലല്ല, എവിക്റ്റഡ് തന്നെയാണ്, ഔട്ട് തന്നെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പരന്ന് പിടിക്കുന്നത് കൊണ്ട് എന്തായാലും സീക്രട്ട് റൂം ഒന്നും അല്ല, എവിക്റ്റഡ് ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്റെ വളരെ പരിമിതമായ നിഗമന അറിവുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്, ജിസേൽ ഔട്ട് ആണെന്ന് തന്നെയാണ്. ബാക്കി ഞാൻ പ്ലേ ചെയ്യുന്നില്ല. എനിവേ, ഇതാണ് സംഭവം. അപ്പോൾ ഇവനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ വളർത്തണോ തളർത്തണോ നിങ്ങൾ തീരുമാനിക്കുക. കുറേ പേർക്ക് ചിലപ്പോൾ ഇവൻ്റെ ചാനൽ അല്ലെങ്കിൽ ഇവൻ്റെ ഈ പറയുന്ന സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടാകും. പക്ഷേ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും അത് ഇഷ്ടപ്പെടില്ല. കാരണം അതൊരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സിനിമ കണ്ടു, അതിൻ്റെ ആ ക്ലൈമാക്സ് എന്തായി തീരും എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. സിനിമ നേരത്തെ കണ്ടവൻ വന്നിട്ട് പറയണം ആ ക്ലൈമാക്സ് ഇങ്ങനെയാണ് സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദൃശ്യം കണ്ട സമയത്ത് ലാലേട്ടൻ ആ ബോഡി കുഴിച്ചിട്ടത് മറ്റേ പോലീസ് സ്റ്റേഷനകത്താട്ടാ, തീർന്നില്ലേ? ആ സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞോടെ. അപ്പോൾ ആ സാധനം പുറത്തായി കഴിഞ്ഞാൽ ആ സിനിമ പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ആ ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പോൾ ആരാണ് പുറത്ത് പോകുന്നത്, ആരാണ് അവിടെ സീക്രട്ട് റൂമിലായത് എന്ന കാര്യം പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ആ എപ്പിസോഡ് കണ്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ അൻസിഫെ, ഇമ്മാതിരി തോന്നിയ വാസം നീ കാണിക്കല്. വളരെ മോശമാണ് കാണിക്കുന്നത്. നീയൊക്കെ ബിഗ് ബോസിനെ ഭയങ്കര ആരാധിക്കുന്നു, ഞാൻ അങ്ങനെ മറ്റേ കുറേ നാളുകൊണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഇപ്പം നീ കാണിക്കുന്നത് ബിഗ് ബോസിനെ ദ്രോഹിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെയൊക്കെ ഷോ കാണുന്ന ആൾക്കാരെ ദ്രോഹിക്കുകയാണ്. അവരുടെ ആ ക്യൂരിയോസിറ്റിയോടെ കാണാനുള്ള പ്രവണതയെ നീയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവൻ്റെ കുറേ മൂടുതാങ്ങൾ വന്ന് എന്നെ തെറി പറയുമായിരിക്കും, എനിക്ക് ഒരു വിഷയമല്ല, വന്നിട്ട് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. പക്ഷെ കാണുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് പറയുക തന്നെ ചെയ്യും. ഇത് അട്ടർ നോൺസെൻസ് ആണ് കാണിക്കുന്നത്. ഇവനെയൊക്കെ വളർത്തണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കും. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.